2019 മുതൽ മൂത്തോൻ, കനകാമിനി കലഹം, മഹാവീര്യർ, തുറമുഖം, പടവെട്ട്, സാറ്റർഡേ നൈറ്റ്, രാമേന്ദ്ര ബോസൻ ഖോ ആൻഡ് മലയാളി ഫ്രം ഇന്ത്യ ഇമാതിരി പട്ടക്ക കച്ചവടം നടത്തിയിരുന്നൊരു നടനാണ്. ചെറുതും വലുതുമായിട്ട് പല സൈസിൽ പല സൗണ്ടിൽ പുള്ളിക്കാരൻ പൊട്ടിച്ചു. ആ സമയത്ത് പുള്ളിക്കാരൻ്റെ ഹേറ്റേഴ്സൊക്കെ കുറേ അർമാദിച്ചു. ഇങ്ങേരെ കുഴി വെട്ടി മൂടി അതിൻ്റെ പുറത്തൊരു തെങ്ങും വെച്ച് അതിൻ്റെ പൊടിപ്പ് നോക്കി ഇവന്മാരെല്ലാവരും ആഘോഷമാക്കി. കാര്യം ഇവന്മാർക്കറിയായിരുന്നു ഇവന്മാരുടെ ഇഷ്ട താരത്തിന് അല്ലെങ്കിൽ നടനെന്നും ഈ ആക്ടറിൻ്റെ 7 അയലത്ത് ഫാമിലി സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല, 7 അയലത്ത് കളക്ഷനും എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല. കാര്യം ആ ടൈമിൽ നോൺ മോഹൻലാൽ റെക്കോർഡ്സ് എല്ലാം ഇങ്ങേരുടെ പേരിലേക്ക് ഇങ്ങേര് എഴുതി ചേർത്തായിരുന്നു. ആ സമയത്തേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകേണ്ട കാര്യമുണ്ട്. എനിക്ക് ഒരു ഫേമസ് ഡയലോഗ് നമ്മുടെ ഭീഷ്മോറോ സിനിമയിൽ മമ്മൂക്കനെ കുറിച്ച് മമ്മൂക്കയുടെ ചേട്ടൻ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നീയൊക്കെ കാണാത്ത മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ടാ, ആ മൈക്കിളിനെ കണ്ടിരുന്നെങ്കിൽ നിൻ്റെയൊക്കെ പിടുക്ക വിറച്ചേന്. ആ രീതിയിലുള്ളൊരു ഡയലോഗില്ലേ, അത് തന്നെ, അതാണ് ദി അച്ചായൻ. ദി OG ജനപ്രിയ നായകൻ ഈസ് ബാക്ക്. ജനപ്രിയ നായകൻ ഞാൻ ഉദ്ദേശിക്കാൻ നേരത്തെ ദിലീപ് ഫാൻസ് ഒന്നും പ്രശ്നം ഉണ്ടാക്കരുത്. ദിലീപേട്ടൻ തന്നെയാണ് ജനപ്രിയ നായകൻ. ഈ ടൈറ്റിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കൊടുക്കുകയാണ്. ഇങ്ങേരും ചെറിയൊരു ജനപ്രിയ നായകനാണ്. ദിലീപേട്ടൻ കഴിഞ്ഞാൽ ദിലീപേട്ടൻ കഴിഞ്ഞാൽ അപ്പം ദി ജനപ്രിയ നായകൻ നിവിൻ പോളി ഈസ് ബാക്ക്. സോ നമുക്ക് അതിലേക്കൊന്ന് പോയാലോ. ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. ഇപ്പം നിവിൻ പോളി നടത്തിയേക്കുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആണ്. ഇതൊരു ഭീകര തിരിച്ചുവരവൊന്നുമല്ല. കാര്യം സർവം മായ എന്ന് പറയുന്ന സിനിമ ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനറാണ്. അതൊരു വലിയ ഒരു പടം എന്നുള്ള രീതിയിൽ നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. ഒരു കൊച്ചു പടമാണ്. ആ കൊച്ചു പടം വെച്ച് ഈ അടിയാണ് ബോക്സ് ഓഫീസിൽ അടിച്ചിട്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ഏകദേശം 1,60,000 മുകളിൽ ടിക്കറ്റ് BMS വഴി, ബിഗ് മൈ ഷേ വഴി സെയിലായി പോയി. രണ്ടാമത്തെ ദിവസം ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ പോയി. മൂന്നാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് ഏകദേശം 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും അടുത്ത് പോകും. നാളെ ഏത് ലെവലിൽ പോകുന്ന എനിക്കറിയത്തില്ല. 4 ദിവസം കൊണ്ട് എന്തായാലും പടം വേൾഡ് വൈഡ് 50 കോടിക്ക് അടുത്തോ 50 കോടിക്ക് മുകളിലോ കളക്ഷൻ പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഫസ്റ്റ് വീക്കെൻഡ് കഴിഞ്ഞ് രണ്ടാമത്തെ വീക്കെൻഡിലേക്ക് എത്തുമ്പോൾ, അതായത് രണ്ടാമത്തെ വീക്കെൻഡ് വരെ പിള്ളേർക്കൊക്കെ അവധിയാണ്, ക്രിസ്മസ് ഹോളിഡേ. പിന്നെ ലാസ്റ്റ് വരുന്ന ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, ആ ഫ്രൈഡേ മന്നം ചെയ്തിയാണ്, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 അവധിയാണ്. അപ്പോൾ മൊത്തത്തിൽ ബ്ലാസ്റ്റ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് വീക്കെൻഡോട് കൂടി 100 കോടി നമുക്ക് ഫിക്സ് ചെയ്യാല്ലേ. 100 കോടി അടിച്ചിരിക്കും, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മറ്റുള്ള യൂത്തന്മാരുടെ സോളോ ഹയസ്റ്റ് ഗ്രോസേഴ്സ് ആവേശവും ഗോഡ് ലൈഫുമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഏകദേശം 150 കോടിയോ 150 കോടിക്കോ മുകളിൽ ചെറിയ ഒരു ഡിഫറൻസിൽ കളക്ഷൻ ഉണ്ട്. അപ്പം ആ ലെവലിൽ അടിച്ച് ഈ പടം സോളോ ഹയസ്റ്റ് ഗ്രോസർ ആയിക്കഴിഞ്ഞാൽ, അതായത് ലാലേട്ടന് ശേഷം നോൺ ലാലേട്ടൻ റെക്കോർഡ് അന്ന് മൊത്തം പുള്ളിയുടെ പേരിലായിരുന്നു, ഇന്നും വന്ന് പുള്ളിയുടെ പേരിലാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതൊരു വമ്പൻ തിരിച്ചുവരവായിരിക്കും. പണ്ടത്തെ പോലെ ആ ഫാൻ ഫൈറ്റ്, യൂത്തന്മാർക്കിടയിലുള്ള ആ ഫാൻ ഫൈറ്റ് കുറച്ചുകൂടി ഉഷാറാകണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ വരണം. DQ നിവിൻ പോളി ഫാൻ ഫൈറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പണ്ട് അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. ഇപ്പം അത് മങ്ങി പോയി. DQ വേറെ നാട്ടിൽ പോയി, നാട് വിട്ടു പോയി. ഇങ്ങനെ പിന്നെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നല്ലാണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലായിരുന്നു. DQ കൂടി ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ സംഭവം കളറാവും കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ നേരത്ത് നിവിൻ പോളി എന്തായിരുന്നു, മറ്റാണോ മറിച്ചാണോ, നീ എന്തൊക്കെയാണ് കുട്ടി ഘോഷിക്കുന്നത്, ഇങ്ങനെയൊന്നും വലിയ സംഭവമൊന്നും അല്ലായിരുന്നു പുള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് വരുമെന്ന് എനിക്കറിയാം. അവരോട് എനിക്കൊരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. കാര്യം പണ്ടത്തെ നിവിൻ പോളി, ആ നിവിൻ പോളിനെ അന്ന്, അതായത് കുറച്ച് വർഷങ്ങൾ, കുറച്ച് സിനിമകൾ പുള്ളി ഉണ്ടാക്കിയെടുത്ത ഓളം, അതൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ചെറുതായിട്ടൊന്ന് പോകേണ്ടി വരും. നമുക്കൊന്ന് പോയിട്ട് വന്നല്ല. വർഷം 2010 മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ഫാമിലി ചിത്രത്തിലൂടെയാണ് പുള്ളിക്കാരൻ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത്. പിന്നെ 2012 തട്ടത്തിൽ മറയത്ത് റിലീസായപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഉറപ്പിച്ചു, ഞാൻ വന്നത് ചുമ്മാ അങ്ങ് പോകാനല്ല. ആ ഡയലോഗ് പുള്ളിക്കാരൻ അനർത്ഥമാക്കിയ വർഷമായിരുന്നു അത്. 2013 നേരം റിലീസായതോടുകൂടി ഇനി എൻ്റെ നേരമാണ്, ഇവിടെ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലും എന്ന് പുള്ളി പ്രൂവ് ചെയ്തു. പിന്നെ 2014, 15, 16 3 വർഷങ്ങൾ അത് അങ്ങേരുടെ ആയിരുന്നു. അത് മറ്റൊരു മലയാള നടനും അവകാശപ്പെടാൻ പറ്റത്തില്ല. നിവിൻ പോളി ഡോമിനേറ്റ് ചെയ്ത വർഷങ്ങൾ. ഈ വർഷങ്ങളിൽ റിലീസായ സിനിമകൾ 1983, ഓം ശാന്തി, ഓഷാന, വിക്രമാദിത്യ, ബാംഗ്ലൂർ ഡേയ്സ്, പിന്നെ നമ്മുടെ പ്രേമം, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, ആക്ഷൻ ഹീറോ ബിജു, ഒരു വടക്കൽ സെൽഫി. ഇതിൽ പ്രേമം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലായിരുന്നല്ല. എൻ്റെ പൊന്നെ, അന്ന് ആ സെൻസർ കോപ്പി ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇൻഡസ്ട്രിയൽ ഹിറ്റും ഫസ്റ്റ് 100 കോടിയും തൂക്കേണ്ട പടമാണ്. സെൻസർ കോപ്പി ഇറങ്ങിയിട്ടും 70 കോടി അടിച്ചു. ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ഹിറ്റ് തട്ടിയെടുത്ത് ദൃശ്യത്തിനൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞാണ് ഈ പടം. പക്ഷേ അത് സാധ്യമായില്ല. എന്തോ നിർഭാഗ്യം എന്നല്ലാണ്ട് എന്തു പറയാൻ. പക്ഷേ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പോയി 300 ഡേയ്സ് ഈ പടം തിയേറ്ററിൽ കളിച്ചു. അത് വൻ ഒരു സംഭവമാണ്. അതിനുശേഷമുള്ള 2 വർഷങ്ങൾ, അതിൽ 2017 നോക്കുകയാണെങ്കിൽ നമ്മുടെ സഖാവും ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയൊക്കെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ സിനിമകളാണ്. 2018 പുള്ളി വീണ്ടും ബോക്സ് ഓഫീസ് കത്തിക്കാൻ കായംകുളം കൊച്ചുണ്ണിയായിട്ട് വന്നു. ലാലേട്ടൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതെടുത്ത് പറയേണ്ടതാണ്. കായംകുളം കൊച്ചുണ്ണിയിലൂടെ പിന്നെയും നോൺ മോഹൻലാൽ റെക്കോർഡ്സ് എല്ലാം പുള്ളിയുടെ പേരിലേക്ക് പുള്ളി മാറ്റി. അതിനുശേഷം പുള്ളി അങ്ങ് നാട് വിട്ടുപോയി. മൂത്തോൺ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിതു മോഹൻദാസിൻ്റെ തലയിൽ
അടുക്ക പോയി തലവെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ പുള്ളിനെ നമ്മൾ നേരെ ചൊവ്വേ കണ്ടിട്ടില്ല. അതായത് പഴയ നിവിനായിട്ട് കണ്ടില്ല. പിന്നെ നമ്മൾ കണ്ടേക്കുന്നത് നിവിൻ പോളിയുടെ ആക്ടിങ്ങിലെ മറ്റൊരു ഡെഫിനിഷൻ, മറ്റു കാര്യങ്ങളാണ് നമ്മൾ കണ്ടേക്കുന്നത്. മോശം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിവിൻ പോളിനെ സംബന്ധിച്ച് അത് മോശമായി പോയി. കരിയറിലെ ഏറ്റവും മോശം തീരുമാനം എന്ന് തന്നെ പറയാം. പക്ഷെ ആ 2019 എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ലവ് ആക്ഷൻ ഡ്രാമ അത് ഒരു ചവറുപടമാണ്. നിവിൻ്റെ പെർഫോമൻസ് വെച്ച് മാത്രം നിവിൻ ഹിറ്റാക്കി. അതായിരുന്നു പുള്ളിയുടെ ബ്രാൻഡ് വാല്യൂ, ഫാമിലി സപ്പോർട്ട്. ആ ഫാമിലി സപ്പോർട്ട് നേടിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ലാലേട്ടനും ദിലീപേട്ടനും ശേഷം അത് ഏറ്റവും കൂടുതൽ നേടിയെടുത്ത ഒരു മലയാള നടനാണ്. യൂത്തന്മാരിൽ ഏറ്റവും കൂടുതലെന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരും, പ്രത്യേക പരാമർശം. അത് നിവിൻ പോളിക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. അത് ചെറിയൊരു സപ്പോർട്ടല്ല. ആ ഫാമിലി ഓഡിയൻസ് ആടെ തീരുമാനിക്കുന്നത് ഓരോ സിനിമകളും ഏത് ലെവലിൽ പോകുന്നുള്ളത്. അതാണ് ഇപ്പോൾ സർവമായ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പടം വെച്ച്, ഈ ഒരു സിമ്പിൾ ഫാമിലി ഫീൽ ഗുഡ് പടം വെച്ച് ഈ അടിയാണ് അടിക്കണമെങ്കിൽ ഇനി വരാൻ പോകുന്ന നല്ല നല്ല പ്രൊജക്റ്റുകൾക്കൊക്കെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? പണ്ടത്തെ പോലെ ബോക്സ് ഓഫീസ് അത് നല്ലൊരു സംഭവമായിരിക്കും. അത് യൂത്തന്മാരുടെ ഇടയിലേക്ക് അത് എസ്പെഷ്യലി അതൊരു നല്ല സംഭവമായിരിക്കും. ഈ ഒരു കളിയിലേക്ക് DQയും കൂടി വന്ന് എൻ്റർ ആകണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റർ ആയാലേ അത് പഴയ പോലൊരു അന്ന് കൊഴുക്കത്തുള്ളൂ. സോ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. സർവമായ എന്ന് പറയുന്ന പടം ഡീസൻറ്റ് പടമാണ്, ക്ലീൻ പടമാണ്. ഞാൻ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നിവിൻ അജു കോംബോയാണ്. പണ്ടത്തെ ദാസനും വിജയനും പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്ത് കണ്ടിരുന്ന ഒരു ന്യൂ ജെൻ കോംബോ ആയിരുന്നു നിവിൻ അജു കോംബോ. ആ കോംബോ വീണ്ടും കാണുന്നതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് ആ സിനിമ കണ്ടപ്പോഴത്തേക്കും തോന്നിയത്? അത് കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് മസ്റ്റായിട്ട്, പടം കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കണ്ടില്ലെങ്കിൽ ഈ ഫെസ്റ്റിവൽ സീസണിന് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് പടം ധൈര്യമായിട്ട് പോയി കാണാം. പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും വിട്ടുപോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല. സോ ഹീസ് ബാക്ക്, ഒഫീഷ്യലി ഹീ ഈസ് ബാക്ക്.